അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഇത്. അപ്പോൾ ക്രിസ്മസ് ട്രീൻ്റെ സെറ്റ് വാങ്ങിയിട്ട് അത് സെറ്റ് ചെയ്യുന്ന ടൈമാണ് ഏകദേശം ഒരു 9:30 വാങ്ങി വെച്ചിട്ട് ഒരു 2-3 ദിവസങ്ങളായെങ്കിൽ പോലും ഇത് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തത് ഇപ്പോഴാണ് കേട്ടോ. ഒരു 9:30-10 മണി ടൈം ആയിട്ടുണ്ടാവും ഇപ്പോൾ എടുത്തപ്പോൾ. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ് ഇത്. ഇതുപോലെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനോ ഒന്നിനും സാധിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു ക്രിസ്മസ് ട്രീ വാങ്ങിക്കണം. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണല്ലോ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ്, ഇങ്ങനെയുള്ള ചെറിയ സന്തോഷങ്ങളായിരിക്കും മനസ്സിന് എപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്തോഷങ്ങൾ, ചില ചെറിയ യാത്രകൾ, അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ലൈഫിൽ മുന്നോട്ടുള്ള യാത്രയിൽ, മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് എന്നും മെമ്മറബിളായിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു നിർബന്ധത്തിന് തന്നെയാണ് കേട്ടോ ഈ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം, നമുക്ക് ലൈറ്റ് ഇടണം, അതുപോലെ അതുമുള്ള തോരണങ്ങൾ, അങ്ങനെയുള്ള ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്ന സമയം ഇതായതുകൊണ്ടും അതുപോലെ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടും ഫസ്റ്റ് പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം നോക്കും, ഈ താഴെയായിട്ട് ഇതിനെ വിട്ടുപോകാതിരിക്കാനായിട്ട് ത്രെഡ് കൊണ്ട് നന്നായിട്ട് ടൈ ചെയ്ത് വെച്ചിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇതിനെ കിട്ടുമ്പോൾ ഒരു ചെറിയൊരു ട്രീ ആയിട്ടാണല്ലോ കിട്ടുന്നത്, ഇതിനെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ട്രീയുടെ ഷേപ്പ്, നമ്മൾ തന്നെയാണ് അതിൻ്റെ ട്രീയുടെ ഷേപ്പ് സെറ്റാക്കി കൊടുക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചു ആ ത്രെഡ് കെട്ടിയത് അഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ട്രീൻ്റെ ഷേപ്പ് വരുന്ന ശേഷം ത്രെഡ് അഴിച്ച് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അത് കെട്ടി വെച്ചേക്കുന്ന സാധനങ്ങൾ കുറേശ്ശെ വിട്ട് തുടങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് പറ്റിയ ആ ഒരു അബദ്ധം മനസ്സിലായത്. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങൾക്ക് ഈ ഒരു അബദ്ധം പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, കുറേ ടൈം എടുത്ത് അഴിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സംഭവം പറ്റിയ അബദ്ധം മനസ്സിലായത്. വേഗം ആ അഴിച്ച പോലെ തന്നെ തിരിച്ച് കെട്ടേണ്ട ഒരവസ്ഥ വന്നു. പിന്നെ ആ അറ്റംപ്റ്റോടുകൂടി ഞങ്ങൾ വിചാരിച്ചു ഈ പരിപാടി നമുക്ക് ഇപ്പം നിർത്തിയിട്ട് പിറ്റേ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതുമേ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് കേട്ടോ. ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഫൈനൽ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് കുറച്ചുകൂടെ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് കുറച്ചുകൂടെ വാങ്ങിക്കുകയായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഭംഗിയാക്കാമായിരുന്നു എന്നുള്ളൊരു തോട്ട് പിന്നെയാണ് നമുക്കത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഓരോ നെക്സ്റ്റ് ഇയറിലേക്ക് ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ നമുക്ക് പോരായ്മകളൊക്കെ ഒന്ന് ഓവർകം ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ട്രീ നമുക്ക് അടുത്ത വർഷത്തേക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ വർഷത്തെ ട്രീ എന്തായാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചും കൂടെ തോരണങ്ങളൊക്കെ അതിലൊന്ന് സെറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയാക്കാം എന്നുള്ളൊരു തോന്നലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഉണ്ടല്ലോ ഈ തോരണങ്ങൾ ഫിക്സ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണെങ്കിൽ പോലും ആ ട്രീൻ്റെ ഓരോ ഒരു ബ്രാഞ്ചുകളെയും വെടർത്തി സെപ്പറേറ്റ് ചെയ്ത് ഒരു ട്രീയുടെ ഷേപ്പ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ചെറിയൊരു ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. പക്ഷേ നമുക്കിതൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ആ ഫുൾ ക്രെഡിറ്റും ഹസ്ബൻഡിന് കൊടുക്കണം കേട്ടോ. ആൾ തന്നെയാണ് എല്ലാതും സെറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തത്. എല്ലാതും ആൾ തന്നെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തു. അപ്പോൾ അത് എനിക്കൊരു ചെറിയൊരു ടാസ്ക് പോലെ തോന്നി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കത് ഡെക്കറേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അത് എൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോഴാണല്ലോ സന്തോഷം. അപ്പോൾ അതിലെന്തായാലും ഞാൻ ഹാപ്പിയാണ്. നെക്സ്റ്റ് ടൈം കുറച്ചും കൂടെ ബെറ്റർ ആക്കാം അല്ലേ.
സെറ്റ് ചെയ്തിട്ടുള്ള ലൈറ്റ് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, സോളാറിൻ്റെ സ്ട്രിങ് ലൈറ്റുകൾ. അതാണ് ഇതിന് സെറ്റ് ചെയ്തത്. കാരണം മുകളിൽ ഇതിൻ്റെ LED ഫിക്സ് ചെയ്യാനുള്ള പ്ലഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബൾബ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു മൾട്ടി കളറും കൂടെയും ഇതിലിടുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇതിൽ അത്ര അധികം ലൈറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അടുത്ത വർഷം മൾട്ടി കളറും കൂടെ ആഡ് ചെയ്യണം.